ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 മലയാളി കന്യാസ്ത്രീകൾ, അതിൽ ഒരാൾ സിസ്റ്റർ വന്ദനയുടെ വീട്ടിൽ നിന്നും ഇംതിയാസ് ചേരുന്നുണ്ട്. നമുക്കൊപ്പം ഇംതിയാസ്, നേരത്തെ നമ്മൾ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം കണ്ടതാണ്. തെറ്റായ ആരോപണമാണ്. ഒരു തരത്തിലുള്ള മതപരിവർത്തനവും മനുഷ്യക്കടത്തവും നടക്കുന്നതല്ല. ആതുര സേവന രംഗത്ത് തങ്ങളെ അർപ്പിച്ച ആളുകളാണ്. അവർക്കെതിരെയാണ് ഇത്തരം തെറ്റായ ആരോപണങ്ങൾ എന്ന് അവർ പറയുന്നത് കേട്ടു. എന്താണ് സിസ്റ്റർ വന്ദനയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത്? അവരിൽ ആരെങ്കിലും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ അവർക്ക് നടത്താൻ കഴിയുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദയപുരം, കണ്ണൂരിലെ ഉദയപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഉദയഗിരിയിൽ അവരുടെ സഹോദരങ്ങളുടെ ഒക്കെ വീട് ഇവിടെയാണുള്ളത്. വന്ദന സിസ്റ്ററുടെ സഹോദരങ്ങളുടെ വീട് ഇവിടെയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ വരുമ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ജാമ്യാപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ വലിയ ചർച്ചയിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഈ സിസ്റ്ററുടെ, വന്ദന സിസ്റ്ററുടെ സഹോദരൻ ജിൻസ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? നിലവിൽ കാര്യങ്ങളൊക്കെ അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. ഇപ്പം ബജറംഗിൻ്റെ അവർ അവിടെ ചെയ്തതും ഇപ്പം ഇവിടെ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴും അവർ കേസ് കൂടുതൽ സ്ട്രോങ് ആക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അവരെ കണ്ടിട്ട് അവിടുന്ന് സിസ്റ്ററും പെങ്ങളുണ്ട്, വേറെ പെങ്ങൾ അവിടെയുണ്ട്, അവരോട് വക്കീലിൻ്റെ കൂടെ കയറിയായിരുന്നു. അപ്പം വേറെ 2 പിള്ളേരോടുണ്ട്, അവരുടെയും കൂടെ കൂടിയായിട്ടുള്ള പലവിധ വേറെ മൊഴികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യക്കടത്തെന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ അവരെ ഒരു ഗ്ലാസിൻ്റെ അകത്തൂടെ കാണിച്ചു. ഇവരും തിരിച്ചിപ്പറേ ഒരു ഗ്ലാസ്സിൽ എന്നിട്ട് മറ്റേ ഈ ഫോൺ മുഖാന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചു. അവർ പറഞ്ഞത് ഒരു ചെറിയ ഇടുങ്ങിയ മുറിയുണ്ട്, അവിടെ 10-30 പേരുണ്ട്. അപ്പോൾ 2 സ്റ്റൂളുണ്ട് എല്ലാവർക്കും കൂടെ. പിന്നെ ഭക്ഷണം ഇച്ചിരി ചോറ് കിട്ടും. ഇങ്ങനെയൊക്കെ ആയിട്ട് അവരെ ഒരു നല്ല കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്, എന്തായാലും അവർക്ക് കിട്ടുന്നത്. ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഓൾറെഡി അനിയത്തി, വന്ദന സിസ്റ്ററുടെ അനിയത്തി ഒരാളുടെ സിസ്റ്റർ അവിടെയുണ്ട്. പിന്നെ അവർ തന്നെ കോൺഗ്രിഗേഷൻ്റെ അവിടെ അവരുടെ ഒരു മുതിർന്ന ഒരു ഡോക്ടർ സിസ്റ്ററാണ്, പുള്ളിക്കാരി അവിടെയാണ്. അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ പലരും ഉണ്ട് അവിടെ. എല്ലാവരും എല്ലാം വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ CVC എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ വെയിൽ നിന്ന് വെക്കുന്നില്ലെന്നാണ് അറിവ്. അത് ഒത്തിരി മാരകമായ കാര്യങ്ങൾ ആരോപിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരാലോചിച്ച് വെയിലിന് വെക്കുന്നുള്ളൂ എന്നാണ് കിട്ടിയ വിവരം. ഈ സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ജോലിക്കായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്, കൊണ്ടുപോകാറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അതൊക്കെ നേരത്തെ തന്നെ അങ്ങനെ ചെയ്തു പോരുന്നതാണ്. എന്താ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയോ? സഭയുടെ കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയല്ല, മിക്കവാറും ആരെങ്കിലുമൊക്കെ ജോലിക്ക് എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. അതുപോലെ പ്രായപൂർത്തിയായവർ അവനവൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മൾ തന്നെ, നിങ്ങൾക്ക് ഇപ്പം ജോലി ചെയ്യുന്ന പോലെ ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പം ജോലി നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മുഖാന്തരം കൊടുക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളായതുകൊണ്ട് ഇവരെ അത്രയും ദൂരം തന്നെ യാത്ര ചെയ്യേണ്ട, മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട, അവിടെ വന്ന് കൂട്ടാം എന്നും പറഞ്ഞ് അവരുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ്. നേരത്തെ കരുതി കൂട്ടി ചെയ്ത പോലെയാണ് അല്ലേ? ബജ്രംഗ് ദൾ നേരത്തെ തന്നെ അങ്ങനെ ഒരു തീരുമാനിച്ചുറപ്പിച്ച് വന്ന പോലെയാണ് പലരും പറയുന്നത്. അങ്ങനെയാണ് ആരോപണമൊക്കെ വന്നിരിക്കുന്നത്. അത് ഇവരവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു മറ്റേ ഈ 3 കുട്ടികളും അവരുടെ ഒരു ബ്രദറും ഉണ്ട്. ബ്രദർ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദർ, ആ കുട്ടികളുടെ. അവർ വന്നിറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ കയറി. അപ്പോൾ ഒരു TTR പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല, ഞങ്ങളുടെ സിസ്റ്റർ ഇവിടെയുണ്ട്, സിസ്റ്ററിൻ്റെ ടിക്കറ്റുണ്ട്. അപ്പോൾ ഇത് ഒരു ബജറംഗിൻ്റെ ഒരു TTR ആയിരുന്നു. പുള്ളി വിളിച്ച് അവരുടെ ആൾക്കാരെയും ഇതുമെല്ലാം സംഘടിപ്പിച്ചു. ഇവരെ കൊണ്ടുപോയിരുത്തി ഇവരെ അന്വേഷിച്ച് സിസ്റ്റർ, അവർ 2 പേരുണ്ടായിരുന്നു. അവർ ചെന്നതേ അവരുടെയും ഫോണും കാര്യങ്ങളും എല്ലാം മേടിച്ച് വെച്ചു. അപ്പം പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബജറംഗിൻ്റെ ആൾക്കാർ, ഒരു ജ്യോതി മേരി, നമ്മളെല്ലാം പല വിഷ്വൽസും കണ്ടു. പുള്ളിക്കാരിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ പറയുന്നത് പോലെ അവിടുത്തെ പോലീസ് ചെയ്യുന്നു. ഈ പ്രീതി സിസ്റ്ററും ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലേ? എപ്പോഴും ഉണ്ടാകുന്നത് അല്ല. അവർ 2 പേരും ഒരിടത്താണോ ജോലി ചെയ്യുന്നത്, 2 സ്ഥലത്താണോ അവിടെ വെച്ച് കണ്ടുമുട്ടി, അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ അറിവനുസരിച്ച് പുള്ളിക്കാരി അവിടേക്കും കണ്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതോ മഠത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇവരവിടെ നിന്ന് കണ്ടതാണെന്ന് തോന്നുന്നു. ആ സമയത്തോ അതല്ലെങ്കിൽ അതിന് മുൻപോ ഒക്കെ ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനൊക്കെ അവർക്ക് പറ്റിയിരുന്നോ? ഒന്നും പറ്റിയില്ല. ഞങ്ങൾ അറിയുന്നത് തന്നെ ഈ കുട്ടികൾ ഓൾറെഡി ഇവർ മതം മാറ്റാനായിരുന്നെന്ന് പറഞ്ഞാണ് ആദ്യമേ കേസ്.
അപ്പോൾ പിന്നീട് ഇവരറിഞ്ഞു ഇവർ പെന്തക്കോസ്ത് കുട്ടികളാണ്. അപ്പം അവരെന്നെ ഇത് മനുഷ്യക്കടത്താക്കി. അപ്പം ഇവർ ഓൾറെഡി പെന്തക്കോസ്ത് പിള്ളേരായതുകൊണ്ട് അവരുടെ പാസ്റ്റർമാരെ ആരെയോ വിവരം അറിയിച്ചു. അവരവിടെ ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു, അവർ കൂടി അങ്ങനെ മുഖാന്തരം മട പറഞ്ഞ് അങ്ങനെ അവർ മുഖാന്തരമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ വന്ദന സിസ്റ്ററുടെ അനിയത്തി ഒരാളൂടെ അവരുടെ കോൺഗ്രിഗേഷനിലുണ്ട്, സിസ്റ്ററായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുമൊക്കെ വിവരം അറിയുന്നത്. അവിടുന്ന് നിലവിൽ കിട്ടുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തോന്നുന്നത് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചത് ശരിയല്ലെങ്കിലും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങളെപ്പോലുള്ളവരും എല്ലാവരും KCBCയും എല്ലാവരും കേരളം ഒട്ടാകെ എന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്, പരാതികൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രതിഷേധമായിട്ട് കയറിയിട്ടുണ്ട്. ശരി, സിസ്റ്റർ വന്ദനയുടെ സഹോദരന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.